friends, എല്ലാവർക്കും നിംഷസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വഴുതനങ്ങ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. ഈ ഒരു ചട്നി നമുക്ക് ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ചോറ്, ചപ്പാത്തി ഇതിന്റെയൊക്കെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാവുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പി തന്നെയാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇത് തയ്യാറാക്കി നോക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായിട്ട് കാണാനും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ടൈപ്പ് വഴുതനങ്ങ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് കരം കുറഞ്ഞിട്ടുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക, നന്നായിട്ട് കഴുകിയതിന് ശേഷം. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എള്ളെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ എള്ളെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വൈസ് നന്നായിട്ട് തന്നെ വരും. ചട്നിയല്ലേ നമ്മൾ തയ്യാറാക്കണത്. ഇനി എണ്ണ ചൂടായിട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 7-8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ അല്ലിയും വലിയ അല്ലിയൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാരണമാണ് ഇത്ര അധികം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുറിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്താൽ മതി. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. ഈ ഒരു ചട്നിക്ക് അത്യാവശ്യം എരിവുണ്ടാവണം, അപ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണം മാറണ വരെ മാത്രം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് വഴന്ന് വന്നോളൂ കേട്ടോ. നന്നായിട്ട് തന്നെ ഒരുപാട് കളർ മാറാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് സവോള മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. സവോളയും ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാം, അത്രേ തന്നെ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വഴുതിരിങ്ങ ഉപയോഗിച്ചിട്ടുള്ള ചട്നി നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് വഴുതിരിങ്ങ ചുട്ടെടുത്തിട്ടും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടുപ്പിൽ ചുട്ടെടുക്കാൻ വഴുതിരിങ്ങ, എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാട്ടെ. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഗ്യാസ് സ്റ്റൗവിലല്ലേ പറ്റുള്ളൂ, അപ്പോൾ അതത്ര ഹെൽത്തി അല്ലല്ലോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 തക്കാളി ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. കപ്പലണ്ടി വറക്കാത്ത കപ്പലണ്ടി ആണെങ്കിലും കുഴപ്പമില്ല, വറുത്ത കപ്പലണ്ടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വറക്കാത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് പച്ച കപ്പലണ്ടി. ഇനി ഈ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഈ എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കപ്പലണ്ടി നമ്മൾ ഈ ഒരു ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നട്ടി ഫ്ലേവറും കിട്ടും, അതുപോലെ ഒരു ക്രഞ്ചി എഫക്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് നന്നായിട്ട് വന്നോട്ടെ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അധികമൊന്നുമില്ല, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിരുന്നല്ലോ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പച്ചമണം മാറണം, അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മുറിച്ച് വെച്ച വഴുതനങ്ങ അല്ലെങ്കിൽ ബ്രിഞ്ചാൾ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്ന സമയത്ത് സവാളയും തക്കാളിയൊന്നും ഒരുപാട് അങ്ങോട്ട് വഴന്നൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ വഴുതിനിങ്ങ കൂടി ചേർത്തിട്ട് വഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വഴന്ന് തക്കാളിയൊക്കെ നല്ല മാഷായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച് വഴുതിനിങ്ങ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട്, അതായത് ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നമുക്കിത് നന്നായിട്ട് തന്നെ വഴച്ചെടുക്കാനൊക്കെ പറ്റുക. അപ്പോൾ തന്നെ ആയിരിക്കും ഈ ഒരു ചട്നി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴുതിനിങ്ങ ആദ്യം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഇതിലുണ്ടോ എന്ന് നോക്കുക. തീരെ എണ്ണയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴായിരിക്കും വഴുതിനിങ്ങ നല്ല പോലെ തന്നെ കുക്കായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഇതൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഈ വഴുതിനിങ്ങ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് മാത്രമാണ് കഴുകിയെടുത്തിട്ടുള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ.
ഇതിലിപ്പോൾ ഒരുപാട് കുരു ഒന്നും ഉള്ള ഒരു ടൈപ്പ് വഴുതനങ്ങയൊന്നും അല്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണ വരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചതിന് ശേഷം കുറച്ച് സമയം ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴുതിനിങ്ങ ശരിക്ക്, അതായത് നല്ല പോലെ തന്നെ വഴന്ന് വരുമ്പോൾ തന്നെയാണ് ഈ ഒരു ചട്നി ടേസ്റ്റി ആയിട്ട് വരില്ല. നിങ്ങൾ അധികം വഴറ്റാതെ ഈ ഒരു ചട്നി തയ്യാറാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല കേട്ടോ. ഈ ഒരു സമയത്ത് എണ്ണ തീരെ കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം കോൽപ്പുളി അല്ലെങ്കിൽ വാളംപുളി, സാമ്പാർ പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട്, പക്ഷേ എന്നാലും പുളി ചേർക്കുമ്പോൾ തന്നെയായിരിക്കും ഈ ഒരു ചട്നി ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. അതിനുശേഷം നല്ല പോലെ ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തെടുക്കണത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നോക്കിയതിന് ശേഷം മാത്രം, കണ്ടില്ലേ ഇപ്പോൾ കറക്റ്റായിട്ട് അരഞ്ഞ് വന്നിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പോളം അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ തിക്കായിട്ടുള്ളൊരു ചട്നി ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് ഒരുപാട് ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരികളോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. കപ്പലണ്ടിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാത്രം മാറിയാൽ മതി. ഒരുപാട് പേസ്റ്റായിട്ട് മാറേണ്ട ആവശ്യമില്ല. അതായത് കുറച്ച് ഭാഗമൊക്കെ അരഞ്ഞ് വരും, പക്ഷെ കുറച്ച് അതുപോലെ തന്നെ എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി എടുക്കാം. പക്ഷേ ഒരുപാട് ലൂസായിട്ടുള്ള ചട്നി അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഈ ഒരു ചട്നി നിങ്ങൾക്ക് ഇഡ്ലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വരും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലിനിയിപ്പോൾ കടുകൊന്നും പൊട്ടിച്ച് അങ്ങനെ വറുത്തൊന്നും ഇടണമെന്നില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിലിപ്പോൾ എരിവും ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾ ഈ ഒരു രീതിയിൽ വഴുതിനിങ്ങ ഉപയോഗിച്ചിട്ടുള്ള ചട്നി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും